ഞാനിപ്പോൾ ഒരു ഓൺ വോയിസ് വന്നതിൻ്റെ കാരണം പറയണേ. സുജ രമ, ഓക്കെ. പിന്നെ അതിലിപ്പോൾ ലൈവിലിരുന്നും കൊണ്ട് അബ്ദുൽ ജലീൽ, ഉണ്ണി ഗുരുവായൂർ, ഗോൾഡ്, ഓക്കെ, ഇത്രയും പേര്, പിന്നെ എന്തോ മാറെന്നോ പയ്യന്നൂരെന്ന് പറഞ്ഞിട്ടൊരാൾ, ഇത്രയും പേര് ഇരുന്നും കൊണ്ട് കുറേ ചീത്ത പറച്ചിലായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അത് പോസ്റ്റ് ചെയ്ത് തരാം. ഞാൻ വയലൻ്റാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറേ നേരം കൊണ്ട് ഞാനും സുജയും കൂടെ വെച്ചിട്ട് എന്നെ കയ്യിലെ വെയിൻ അറിഞ്ഞിട്ട് അവളെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളിപ്പോൾ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഒരു പട്ടിയും ചെയ്തിട്ടില്ല, ഒരു ചെറ്റയും ചെയ്തില്ല. അവളെപ്പോലെ രാത്രി വെള്ളം അടിച്ചും കൊണ്ട് തുണിയില്ലാതെ ആടുന്ന പോലെ അല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ അന്തസ്സായ ഒരു ഭർത്താവിൻ്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കുന്നത്, ഒരുത്തൻ്റെ കൂടെ അല്ല ഞാൻ കള്ളും കുടിച്ചുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, അന്തസ്സായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഈ രമയെ കുറിച്ചിട്ടുള്ള എല്ലാ കഥകളും, സകല കഥകളും എനിക്കറിയാം. പിന്നെ ഞാൻ അത് ഈ ലൈവിലിരുന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞു അവളാണോ എന്ന് ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. ഓക്കെ, അവൾക്ക് എന്ത് യോഗ്യത ഉള്ളത് പറയാനായിട്ട്? സുജ പറഞ്ഞു എനിക്ക് എന്ത് യോഗ്യത? അവളെപ്പോലെ സ്വന്തം എന്താ പറയാനാ, സ്വന്തം മകന്റെ ഭാര്യയെ തൂങ്ങിച്ചത്തതുപോലെ എൻ്റെ കുടുംബത്തിൽ ആരും തൂങ്ങിയൊന്നും ചെത്തില്ല, അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത്. നല്ല 5 അക്ക ശമ്പളമുള്ള ഒരുത്തൻ്റെ മകളായിട്ട് തന്നെ, 5 അക്ക ശമ്പളമുള്ള ഒരുത്തൻ്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. അല്ല ഓരോ ആളിനെയും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ വഞ്ചിക്കാനോ ഒന്നും അല്ല ഞാൻ നടക്കുന്നത്. ഇപ്പം പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം ഈ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാണ് കേട്ടല്ലോ. ഈ സുജ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, വെറും നമ്പർ 1 ഫ്രോഡാ. ഈ നമ്പർ അവൾ എന്നെ പറഞ്ഞ അവൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവളെ എത്തിച്ചു. അപ്പം എന്നെ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് പോയി, ശരിയാണ്. പക്ഷേ അവൾ എന്നെ പറഞ്ഞ വാക്കുകളെല്ലാം ഇതിനകത്ത് വെക്കണം. അവൾ എന്നെ ഒരു ചുക്കും ചെയ്തില്ല. ഞാൻ വെയിൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റൽ പോലും കടന്നിട്ടില്ല. അത് അവളെ തോന്നല. അവളെപ്പോലെ പ്രാന്ത് പിടിച്ചതല്ല ഞാൻ. നാട്ടിൽ ചെന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീട് വരുവുണ്ട്. അവൾക്ക് വീട് പോലും ഇല്ലാതെ വല്ലവന്റെ വീട്ടിൽ ചെന്ന് കിടക്കുന്നവളാ, മനസ്സിലായില്ലേ? ചുരുക്കം പറഞ്ഞാൽ റോഡിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ മതി. സ്വന്തം വീട് വല്ലവനും കൊടുത്തിട്ട് ഇപ്പം റോഡിൽ കിടക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും അഭ്യാസം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതാ, മനസ്സിലായില്ലേ? എന്നെ എന്ത് ചെയ്യാൻ പോണേ? എന്നെ ഒരു പല്ല് കുത്തിയ പരുവനാക്കി. ഞാൻ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത്, ഒരുത്തൻ്റെ കൂടെ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് ജോലി ഇല്ലാതിരുന്നപ്പോൾ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു, അത് അവൾ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തു, അത് ശരി തന്നെ. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലെ വെയിന് കയർത്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുക, എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ലെറ്റർ എഴുതി വെക്കുക, ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് അവൾക്ക് തലയ്ക്ക് പ്രാന്തായിട്ട് കിടക്കണം. അവൾ വെള്ളം അടിച്ചുകൊണ്ട് രാത്രി വെള്ളം അടിച്ച് എൻ്റെ കിറുക്കം മാറാത്തതുകൊണ്ടാണ് അവൾ അതങ്ങനെ സംസാരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നേരെ പോകുന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കണം. ഞാൻ ഒരുത്തനും ജീവിക്കണമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കള്ളും കുടിക്കണില്ല, അന്തസ്സായിട്ട് എല്ലുമുറിയെ പണിയെടുത്ത് തന്നെ ഞാൻ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതിപ്പോൾ പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഈ 3 വീഡിയോകളും ഞാൻ ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത്, ഇനി ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ ചെയ്യാനും തയ്യാറ് തന്നെ. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം അവിടെ ലൈവ് കഴിഞ്ഞ് അത് പറഞ്ഞിട്ട് പോയി, അതെല്ലാം തീർന്നു. പിന്നെ ഇവിടെ വന്നിരുന്ന് അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഈ രമയെന്ന് പറഞ്ഞാൽ നമ്പർ 1 ഫ്രോഡാണ്, എനിക്കറിയാം. അത് എൻ്റെ കൂടെ 2-3 പേര് പറഞ്ഞു എന്നത്. എനിക്ക് അവളെ വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല. സുജ എന്നും വെള്ളം അടിച്ചുകൊണ്ട് പക്ക കിടന്ന് തുണിയില്ലാതെ കിടന്ന് 2-4 ദിവസം മുമ്പേ കിടന്ന് ആടിയതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്, റെക്കോർഡുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലി ഡാൻസ് കളിച്ച കളികളാ ഞാൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവുള്ളൂ. എനിക്കാരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ഇതിൽ നിന്ന് എന്താ പറയുക, ഗെയിം കളിച്ചുണ്ടാക്കിയല്ല എൻ്റെ വീട്ടിൽ ഞാൻ സംരക്ഷിക്കുന്നത്. എൻ്റെ വീട്ടിൽ സംരക്ഷിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന പൈസയിലെ ഞാൻ എൻ്റെ വീട് ജീവിച്ചു പോകുന്നത്. അല്ല ഒരുത്തൻ്റെ പൈസ പിടിച്ച് പറിക്കുക അല്ലെങ്കിൽ ഒരുത്തനുമായിട്ട് വഞ്ചിച്ച് ഉണ്ടാക്കുക എന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ നേരെ എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കുന്നത്. അവൾക്കറിയില്ല എൻ്റെ സ്വഭാവം എന്താണെന്ന്. എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത പോലും ഈ സുജ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത ഉണ്ടാവില്ല അവൾക്ക്. അവൾ പറഞ്ഞല്ലോ, അവൾ എന്താ വിചാരിച്ചു എന്നെ കുറിച്ച്? അവളെ പോലെ എല്ലാവരും ഒന്നുപോലെ എന്ന് വിചാരിച്ചോ? പിന്നെ ഒരുപാടങ്ങ് അതിശയിക്കുമ്പോൾ നമ്മളങ്ങ് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും പറയണ്ടേ? വേണ്ടെന്ന് നോക്കിയപ്പോൾ അവൾ എന്നെ ഒരിക്കലും അവൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അവൾക്ക് ക്ഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഗെയിമിൽ നിന്ന് മാറി, അത്രേ ഉള്ളൂ. അത് പറഞ്ഞ് കേട്ട് പ്രാന്ത് വന്നപ്പോൾ ഞാൻ മാറിയതാ. അവളെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവളെല്ലാം കേട്ടുകൊണ്ട് അവൾക്ക് ഞാൻ മിനിസിറ്റ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിച്ചോ? എനിക്കതിന് സമയമൊന്നുമില്ല. അതിന് വേറെ ആളെ നോക്കട്ടെ. എന്താ അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നെ കുറിച്ച്? അവൾ അരിഞ്ഞാട്ടം മുഴുവനും ഇത് കാണിക്കുന്നത്. അരിഞ്ഞാട്ടം മുഴുവനും ഞാൻ എൻ്റെ എല്ലാ റെക്കോർഡും ഉണ്ട്. എനിക്കങ്ങനെ പൈസ ഉണ്ടാക്കണ്ട.
ഞാൻ അല്പം നേരം അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഞാൻ ലൈവിൽ ഇരിക്കും എന്നുള്ളതല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം രാവിലെ 8 മണി വരെയും രാവിലെ 8 മണി 1 മണിക്കൂർ എങ്ങോട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ അതുകൊണ്ട് പിന്നെ രാത്രി വെളുപ്പിന് വരെ ഇന്ന് പൈസ ഉണ്ടാക്കണമല്ല ഞാൻ. എൻ്റെ ചോര നീരാക്കി ഞാൻ ഉണ്ടാക്കുന്നതാ. പറഞ്ഞു മനസ്സിലായല്ലോ. അത് ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല. നിങ്ങൾ എന്നെ ഇനി എന്ത് രീതിയിൽ എന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്കൊരു പ്രശ്നമേ ഇല്ല. കാരണം ഞാൻ ആരെയും ചിലവിലല്ല ഞാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.